രാമ ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നു. പാരായണമല്ല, വ്യാഖ്യാനം ആരംഭിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഒരു നിമിഷം വയനാട്ടിലും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായ മഹാദുരന്തത്തിലെ കഷ്ടപ്പെടുന്നവരെയും ജീവൻ നഷ്ടപ്പെട്ടവരെയും ഒരു നിമിഷം ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, സുഹൃതികളായ സജ്ജനങ്ങളെ, സത്സംഗികളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു പാരായണത്തിന് അവസരമുണ്ടാക്കി തന്ന ഗീതാസ്വാധ്യായ സമിതിക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ മാർഗത്തിലേക്ക് എത്തിച്ച വിജയ ചേച്ചിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ആരംഭിക്കാം. ഇന്ന് സ്വയം പ്രഭാസ്തുതിയും അതോടൊപ്പം തന്നെ അംഗദാദികളുടെ, ഹനുമാൻ ഉൾപ്പെടുന്ന സംഘത്തിന്റെ ഗീത അന്വേഷണം പുനരാരംഭിക്കുന്നതും, പിന്നെ അംഗദാദികളുടെ സംശയം നമുക്കിത് സാധ്യമാകുമോ എന്ന സംശയം, സീതാന്വേഷണം തടസ്സപ്പെടുമോ എന്നുള്ള ഭീതി, അതെല്ലാം കഴിഞ്ഞ് ജടായുവിന്റെ സഹോദരനായ സമ്പാദിയുമായി കൂട്ടിമുട്ടുന്നതും സമ്പാദിയുമായുള്ള സംഭാഷണവുമാണ് നമ്മൾ ഇന്നിവിടെ വിചാരം ചെയ്യുന്ന ഭാഗങ്ങൾ. നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. രാമന്റെ അയനം. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഗഹ്വരങ്ങളിൽ സ്വയം പ്രഭാദേവി തപസ്സരിക്കുന്ന ഗുഹയുടെ ഉള്ളിൽ സ്വർണമയമായ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് അവിടുന്ന് ആഹാരാദികൾ ഭുജിച്ച് ദാഹവും വിശപ്പുമെല്ലാം അകറ്റിയ ആ വാനരസംഘം, സീതാന്വേഷണത്തിനിറങ്ങിയ വാനരസംഘം സ്വയം പ്രഭയോടൊപ്പം ഗുഹയ്ക്ക് പുറത്തു വരുന്ന ഭാഗങ്ങൾ വരെയാണ് നമ്മൾ ഇന്നലെ മനനം ചെയ്തത്. വാനരാദികളെ പറഞ്ഞു വിട്ടതിന് ശേഷം ദേവി ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവിടെ ലക്ഷ്മണ സുഗ്രീവ സമേതനായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ ദേവി കാണുന്നു, വീണ് വണങ്ങുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു. അതിനുശേഷം തന്റെ ജന്മസായുജ്യമായ രാമദർശനത്തെ കണ്ടിട്ട് ദേവി സ്തുതിക്കുന്നതാണ്. സ്വയം പ്രഭാസ്തുതി അതിമനോഹരമാണ്. രാമായണത്തിലെ എല്ലാ സ്തുതികളും അതിമനോഹരമാണ്. രാമായണത്തെ മനോഹരമാക്കുന്നത് തന്നെ ഈ ശ്രീരാമ നാമങ്ങളാകുന്ന അർച്ചനകളാലാണ്, ശ്രീരാമനാമങ്ങളാകുന്ന കുസുമങ്ങളാണ്, മാല്യങ്ങളാലാണ്. അങ്ങനെ സ്വയം പ്രഭാദേവിയുടെ സ്തുതിയോടുകൂടി നമുക്ക് ഇന്ന് ആരംഭിക്കാം. ദേവി ഭഗവാനെ മനോഹരമായിട്ടുള്ള വാക്കുകളിലാണ് സ്തുതിക്കുന്നത്. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര, ഞാൻ അനേക കാലമായി അങ്ങയെ കാത്തിരിക്കുന്നു ഈ ഗുഹയിൽ. എന്റെ സഖിയായ ഹേമ പറഞ്ഞതനുസരിച്ച് ത്രേതായുഗത്തിൽ അങ്ങ് വരുന്നതും കാത്ത് എത്രയോ നാളായി ഞാൻ കാത്തിരിക്കുന്നു. പിന്നെ മനോഹരമാണ്. ആദിനായ ആനന്ദമയനായ അനന്തനായ ആ മായാമാനുഷനെ സ്തുതിച്ചുകൊണ്ട് നിത്യനായ നിരുപമനായ നിരാമയനായ നിരഞ്ജനായ ഹേ ഭഗവാനെ, എന്റെ നാമങ്ങൾ എത്രയോ മനോഹരമാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനെ ഹേ മാനുഷ വിഗ്രഹ, എന്നെ പോലുള്ള അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയാണ് ഞാൻ. എത്രയോ മനോഹരമാണ്. ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് കുന്തിദേവിയുടെ വാക്കും സ്വയംപ്രഭയുടെ വാക്കും ഒന്നാണെന്ന് കാണാൻ പറ്റും. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനെ കുറിച്ച് സ്വയംപ്രഭ പറയുമ്പോൾ കുന്തിദേവി എന്താ പറയുന്നത്? മായായവനികാച്ഛന്നം അജ്ഞാധോഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. ഈ മായാ നാടകമാടുന്ന ഹേ മായാമാനുഷ, ആ മായായവനികയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് ഈ ആടുന്ന ഈ കഥകളിയൊക്കെ അറിയാനുള്ള ബുദ്ധി എനിക്കില്ലാതായിപ്പോയല്ലോ ഭഗവാന്.
അപ്പൊ നോക്കൂ, രാമായണത്തിലെ ഓരോ സ്തുതികളും നമ്മളെ കൂടുതൽ കൂടുതൽ രാമനിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശ്യാമളം കോമളം ബാണധരുദ്ധരം, അല്ലെ? രാമനെ ഓരോരോ വാക്കുകളാകുന്ന കുസുമങ്ങൾ കൊണ്ട് അവൾ അർച്ചിക്കുകയാണ്. അതിന്റെ അവസാനം ശ്രീരാമചന്ദ്രന് വളരെ തൃപ്തിയായി. ശ്രീരാമചന്ദ്രൻ തന്റെ ഭക്തയായ അനേകായിരം വർഷങ്ങളായി തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വയം പ്രഭയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത് ഭക്തേ? അപ്പോൾ ദേവി പറയുന്നുണ്ട്, സ്വയംപ്രഭാദേവി എന്ത് പറയുന്നു? സ്വയംപ്രഭാദേവി പണ്ട് ഭാഗവതത്തിന്റെ ആരംഭത്തിൽ മാഹാത്മ്യത്തിൽ അമൃതമായിട്ട് പരീക്ഷത്തിന്റെ അടുത്ത് നാരദന്റെ അടുത്തെത്തുന്ന ദേവേന്ദ്രനോട് പറയുന്ന പോലെ കഥ, ഈ ഭഗവാന്റെ നാമാമൃതമാകുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളാകുന്ന അമൃതെവിടെ? ഈ നിങ്ങളുടെ കയ്യിലുള്ള ദേവന്മാരെ, നിങ്ങളുടെ കയ്യിലുള്ള അമൃതെവിടെ? നിങ്ങളുടെ കയ്യിലുള്ള അമൃതിനേക്കാൾ അതിന് കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് കാലത്തേക്ക് കൂടി ആയുസ് നീട്ടിത്തരാൻ പറ്റിയിരിക്കും. പക്ഷെ ഈ രാമമാഹാത്മ്യമോ, അത് എന്ന ജന്മാന്തര സുഹൃതികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് സ്വയം പ്രഭാദേവി പറയുന്നു, അങ്ങ് വരത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, എനിക്ക് അങ്ങയെ കണ്ടപ്പോൾ തന്നെ ജീവൻ മുക്തി ലഭിച്ചിരിക്കുന്നു. ഇനി ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എത്ര കുത്രാപി വസിക്കലും ത്വൽപാദ ഭക്തിക്കിളക്കുംവരായക. ഹേ ഭഗവാനെ, ഒരിക്കലും 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 നിന്റെ നാമങ്ങൾ എന്റെ നാവിൽ നിന്ന് പോകരുതേ ഭഗവാനെ. എന്നും എനിക്ക് സത്സംഗികളോടും കൂടി യോഗം സംയോഗമുണ്ടാകണം. അതുപോലെ തന്നെ ദുർവൃത്തന്മാരിൽ നിന്ന് എന്നെ അകറ്റി നിർത്തണം. മനോഹരം ഖഡ്വാങ്കന്റെ കഥയിൽ തന്നെ പറയുന്ന, ഇനി യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞ്, ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ജയിച്ചു കഴിഞ്ഞ്, യുദ്ധം ചെയ്ത് സഹായിച്ച് അസുരന്മാർക്കെതിരെ വിജയം നേടിയ ആ ഖഡ്വാങ്കനോട് ദേവേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? ഇനി ഞാൻ എത്രമാത്രം സമയം ജീവിച്ചിരിക്കും? അതാണ് ഖഡ്വാങ്കൻ അറിയേണ്ടിയിരുന്നത്. ആ ഖഡ്വാങ്കനും ദേവേന്ദ്രന്റെ വരത്തെയല്ല ആഗ്രഹിച്ചത്, ആ ഭഗവത് പാദങ്ങളിൽ തന്റെ മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സായുജ്യം ഖഡ്വാങ്കനുണ്ടായത്. അങ്ങനെ സ്വയം പ്രഭയുടെ ഉജ്ജ്വലമായ കഥയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ജഗൽ പ്രാണ നന്ദനയായ സീതാദേവി അന്വേഷിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. അവിടെ ഹനുമാനും മംഗലാദികളും ജാമ്പുവനും ഉൾപ്പെട്ട സംഘം വീണ്ടും സീതാന്വേഷണം തുടരുകയാണ്. 30 ദിവസത്തിനുള്ളിൽ ദേവിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നമുക്ക് വധമാണ്, ഗ്രീവന്റെ ഉഗ്രശാസനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സംശയമായി. അംഗദനാണ് ഏറ്റവും വലിയ സംശയം പ്രകടിപ്പിച്ചത്. ഞാൻ വിശിഷ്യ ആ സുഗ്രീവന്റെ ശത്രുപുത്രനാണ്, സുഗ്രീവന്റെ ശത്രുവാണ് ബാലിപുത്രനായ എന്നെ സുഗ്രീവൻ തീർച്ചയായിട്ടും വധിക്കും. ദേവിയെ കൂടാതെ ചെന്നാൽ എങ്ങനെയാ നമുക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കുന്നില്ലേ? 30 നാളിനകത്ത് തിരിച്ചു വരണമെന്ന്, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് സുഗ്രീവൻ പറഞ്ഞത്. അതിനി എന്താ ചെയ്യാ? നമ്മൾ എത്ര നാൾ ഗുഹയിൽ വസിച്ചു എന്ന് പോലും നമുക്കറിയില്ല. 30 ദിവസം കഴിഞ്ഞു, സൂര്യനെ കാണാതെ എത്രയോ നാളുകൾ അവിടെ കഴിച്ചുകൂട്ടി, ഒന്നും ഒരു നിശ്ചയമില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചില കുബുദ്ധികൾ, അങ്ങനെയുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ കുബുദ്ധികൾ, ചില കുബുദ്ധികൾ പറഞ്ഞു കൊടുത്തു, അങ്കദ, നീ എന്തിനാ കരയുന്നത്? ഞങ്ങളെല്ലാം ഉണ്ടല്ലോ നിന്റെ കൂടെ, നമുക്ക് ആ സ്വയം പ്രഭാദേവിയുടെ ഗുഹയിലേക്ക് പോകാം. സ്വർണ്ണമായ ഗുഹയില് നമുക്ക് ജീവിച്ചൂടെ? എത്രയോ കായ്കനികളാണ് അവിടെ ഉള്ളത്. കുരങ്ങന്മാർക്ക് പ്രത്യേകിച്ച് കായ്കനികള് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഗുഹയിലേക്ക് പോയി താമസിക്കാം. അപ്പോൾ ഹനുമാൻ ഇതെല്ലാം കേട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഹനുമാൻ പറഞ്ഞു, അങ്കദ, എന്ത് വിഡ്ഢിത്തമാണ് ഇവരെല്ലാം പറയുന്നത്, ഇതൊന്നും കേട്ട് വഴി തെറ്റരുത്. ശ്രീരാമന് നിന്നെ വളരെ കാര്യമാണ്, ശ്രീരാമന് നിന്നെ ലക്ഷ്മണനെ പോലെ തന്നെ നീ പ്രിയനാണ്. ഇനി സുഗ്രീവനും അങ്ങനെ തന്നെയാണ്. സുഗ്രീവനെ നീ സംശയിക്കണ്ട, സുഗ്രീവന് നീ പ്രിയപ്പെട്ടവൻ തന്നെയാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഗുഹയിൽ പോയി താമസിക്കാമെന്നൊക്കെ ചിലവര് പറയുന്ന കേട്ടു. രാഘവാസ്ത്രത്തിനെത്താൻ പറ്റാത്ത സ്ഥലമുണ്ടോ അങ്കദ? നിനക്കിപ്പോഴും അറിയില്ലേ രാഘവൻ ആരാണെന്നുള്ളത്? മനുഷ്യനാണ്, നാരായണനാണ് സാക്ഷാൽ. അതുകൊണ്ട് ഈ ഒന്നുമേ ലോകത്രയത്തെങ്കിലില്ല, ശ്രീരാമബാണത്തിനെത്താൻ പറ്റാത്ത ഒരു സ്ഥലവും ഈ ലോകത്തിലില്ല. ഇനി ഒന്നുകൂടി നീ അറിയണം,
ആപത്ത് വന്നിടുന്ന കാലത്ത് ശോഭിക്കയില്ല സജ്ജന ഭാഷ. ഞാൻ ഈ പറയുന്നൊക്കെ നീ ശ്രദ്ധിക്കണം. കാരണം സജ്ജനഭാഷിതം ചിലപ്പോൾ ചില കാലത്ത് നമുക്ക് ആപത്ത് വരുമ്പോൾ അതൊന്നും ശോഭിക്കില്ല. അപ്പോൾ നമുക്ക് ദുർജനങ്ങൾ പറയുന്നത് വളരെ അമൃതമായിട്ട് തോന്നും. അതുകൊണ്ട് അങ്കദാ, നീ തെറ്റായ വഴിയിലേക്ക് പോകരുത്. രാമകാര്യത്തിനാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. രാമകാര്യത്തിന് ഇറങ്ങിയവർക്ക് ഒരു കാലത്തും നാശമുണ്ടാവുകയില്ല. നമ്മൾ അറിയണം, ഭഗവാന്റെ നാമം ചെല്ലുമ്പോൾ, ഭഗവത് സേവ ചെയ്യുമ്പോൾ, ഭഗവാന്റെ അന്വേഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്തും നമുക്ക് നാശമുണ്ടാകില്ല. അങ്ങനെ അംഗദനോടെല്ലാം പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്ന് ദക്ഷിണ ഭാരതീയ തീരത്ത് അവരെത്തുന്നു. മഹേന്ദ്ര പർവ്വത തീരത്തെത്തുന്ന അവര് പിന്നെ കാണുന്ന എന്താണ്? അവിടെ ഉഗ്രമായ സമുദ്രം, അല്ലേ? മുന്നോട്ട് പോകാൻ വഴിയില്ല. മുമ്പിൽ സമുദ്രവും പുറകിൽ സുഗ്രീവൻ എന്ന ഉഗ്രശാസനവും. ഇനി നമുക്ക് മൃത്യു തന്നെ എന്ന് അവർ നിശ്ചയിച്ചുകൊണ്ട് അവിടെ ദർഭപ്പുല്ല് വിരിച്ച് കിടന്നവര് അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ ഗുഹാഗഹ്വരങ്ങളിൽ നിന്ന് ഒരു വൃദ്ധനായ കഴുകൻ പുറത്തു വരുന്നു. പക്ഷങ്ങളെല്ലാം കരിഞ്ഞ്, പക്ഷങ്ങളില്ലെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷം ഉള്ളത് കൊണ്ടാണ് പക്ഷിയായത്, ചിറകുള്ളത് കൊണ്ട്. അങ്ങനെ ആ വൃദ്ധനായ കഴുകൻ നോക്കുമ്പോൾ എന്താ, അയ്യോ എത്രയോ ഭാഗ്യം, എനിക്ക് വിശന്നിരിക്കുന്ന, പറക്കാൻ കഴിയാത്ത എനിക്കിതാ ഭഗവാൻ ഭക്ഷണം കൊണ്ടുവന്നു വന്നിരിക്കുന്നു. അനേക ദിവസങ്ങൾ, മാസങ്ങൾ ഭക്ഷിക്കാനുള്ള ഭക്ഷണം. കാരണം എന്താ, ഈ വാനരന്മാരെല്ലാം നിരന്നിരിക്കുകയാണ്. പക്ഷെ ഈ കഴുകനുണ്ട് മരണപ്പെട്ട ശരീരങ്ങളെ മാത്രമേ കഴിക്കുള്ളൂ. കുറച്ചു നാൾ മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ഓർത്തിരിക്കും, 93-ലെ പുലിറ്റ്സർ അവാർഡ് നേടിയ കെവിൻ കാർട്ടറുടെ ചിത്രം. ഒരു സുഡാനി കുട്ടി, ദാരിദ്ര്യം മൂലം മരിക്കാറായ കുട്ടി, അവിടെ അതിന്റെ മരണത്തെയും കാത്തിരിക്കുന്ന ഒരു കഴുകൻ നമ്പരപ്പെടുത്തുന്ന ഓർമ്മയായിരുന്നു. അതുപോലെ ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പുലിറ്റ്സർ അവാർഡിന്റെ കഥ പറഞ്ഞത്. അപ്പോൾ ഈ വാനരന്മാരെല്ലാം മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ വൃദ്ധനെ കണ്ട്, കഴുകനെ കണ്ട് ഇവർ വീണ്ടും ഭയഗ്രസ്തരാകുന്നു. അയ്യോ, നമ്മളുടെ ഗതി ഇതായിപ്പോയല്ലോ. ഈ ഗൃദ്ധത്തിന്റെ, കഴുകന്റെ ഭക്ഷണമാകേണ്ടി വന്നല്ലോ. ഇതുപോലെ തന്നെ മറ്റൊരു കഴുകനായിരുന്നല്ലോ ജടായു, രാമഭക്തനായ ജടായു. ആ രാമന് വേണ്ടി, സീതയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച ജടായുവിന്റെ കഥയൊക്കെ അവർ പറഞ്ഞു. വളരെ സങ്കടത്തോടുകൂടി ജടായു 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 എന്ന വാക്ക് കേട്ട് അമ്പാദിയുടെ ഉള്ളിൽ ഒരു നൊമ്പരമായി, ഒരു വികാരമായി പടർന്നു. ആരാണ് ജടായുവിന്റെ വാക്ക് പറയുന്നത്? ഒരു അടുത്തു വരൂ, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തു വരൂ. എൻ്റെ പ്രിയപ്പെട്ട അനുജനായ ജടായുവിന്റെ കഥ ആരാണ് പറഞ്ഞത്? അപ്പൊ അവരുണ്ടായ കഥകളൊക്കെ പറഞ്ഞു. രാമന്റെ കഥ മുഴുവനായിട്ട് പറഞ്ഞു. അയോധ്യയിൽ ജനിച്ച രാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം രാക്ഷസ നിഗ്രഹത്തിനായി കാട്ടിലേക്ക് വന്നതും, അവിടെ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്നതും, സീതാന്വേഷണം തുടർന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വാനരന്മാരായി സഖ്യമുണ്ടാക്കുന്നതും, ആ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വന്ന വാനരന്മാരാണ്, സീതാദേവി അന്വേഷിച്ചു വന്ന വാനരന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അങ്ങ് സഹായം ചെയ്തു തരാം. അങ്ങ് കഴുകനാണ്, എത്രയോ കിലോമീറ്ററുള്ള കാഴ്ചകൾ പോലും അങ്ങേക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അപ്പോ ജടായു പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ സഹോദരന്റെ ഉദകക്രിയ എനിക്ക് ചെയ്യണം. അവനെനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ എത്രയോ വർഷം, 1000 വർഷം മുമ്പ് അവനെ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ജടായുവിന്റെ ഉദകക്രിയകൾ ചെയ്യാൻ നിങ്ങൾ സഹായിക്കണം. അവരെല്ലാവരും കൂടി ആ നല്ലവനായ സമ്പാദിയെ, അരുണപുത്രനായ സമ്പാദിയെ വഹിച്ചുകൊണ്ട് സമുദ്രതീരത്ത് ചെല്ലുന്നു. അവിടെ എൻ്റെ പ്രിയപ്പെട്ട അനിയനായ ശ്രീരാമസേവയിൽ ജീവൻ സമർപ്പിച്ച പുണ്യവാനായ ജടായുവിന് ഉദകക്രിയ ചെയ്യുന്നു. വീണ്ടും ആ സമ്പാദിയെ അവർ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. സമ്പാദി
അവരോട് പറഞ്ഞു, എനിക്ക് സീതാദേവിയെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങകലെ. സമുദ്രത്തിന്റെ നടുവിൽ ത്രികുടാചല പർവ്വതത്തിന്റെ മുകളിൽ അരുണശോഭയോടെ നിൽക്കുന്ന ലങ്കാപുരിയിൽ ആ രാവണന്റെ കൊട്ടാരത്തിന് സമീപം ശിംശുഭാവൃക്ഷ ചുവട്ടിൽ എന്റെ പരമാത്മാവിനെയും കാത്തിരിക്കുന്ന ജീവാത്മാവായ സീതാദേവിയെ ഞാൻ കാണുന്നുണ്ട്. 100 യോജന ദൂരം ആർക്ക് ചാടിക്കടക്കുവാൻ സാധിക്കുന്നു, അവർക്ക് ദേവിയെയും കൊണ്ടുവരുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള കൊപ്പ് കൂട്ടുക, അതിനുള്ള വഴി അന്വേഷിക്കുക എന്നെല്ലാം പറഞ്ഞ് അവർക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് സമ്പാദിതന്റെ പൂർവ്വകഥ പറയുന്നതാണ് നാളെ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. എന്നത്തെയും പോലെ നമുക്കിന്നും ആലോചിക്കാം, എന്താണ് ഈ ഇന്നത്തെ ഭാഗത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ശ്രീരാമ ഭക്തന് ഒന്ന് നമ്മൾ പറഞ്ഞു, ശ്രീരാമ കഥയോളം പുണ്യമായി അമൃതായി മറ്റൊന്നുമില്ല. 2, ശ്രീരാമനെ അന്വേഷിക്കുന്നതിൽ, ശ്രീരാമ സേവ ചെയ്യുന്നവർക്ക് ഒരു കാലത്തും പരാജയമുണ്ടാവുകയില്ല. അവർ ലക്ഷ്യസ്ഥാനത്തെത്തും. ഗീതയിൽ ഭഗവാൻ പറഞ്ഞില്ല, അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാവിനശ്യതി ന്യായം ലോകോസ്തി നാപരം. സംശയമുണ്ടാവരുത്. അങ്കദാദികൾക്ക് സംശയമുണ്ടായി. ഭഗവാനെ അന്വേഷിക്കുന്നവർക്ക് സംശയമോ? ഒരു കാലത്തും പാടില്ല. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമോ? ഞാൻ ഭഗവാന്റെ ഈ അന്വേഷണത്തിൽ പരാജയപ്പെടുമോ? അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, അർജുന, എന്നെ അന്വേഷിക്കുന്നവർ ഒരു കാലത്തും പരാജയപ്പെടില്ല. ധ്യാനയോഗത്തിൽ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തില് 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഹേ പാർത്ഥ, നൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണ കൃത് ദുർഗതിം താതകച്ചതി. അല്ലയോ പാർത്ഥ, എന്നെ അന്വേഷിക്കുന്നവര്, ധ്യാനയോഗത്തിലൂടെ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു കാലത്തും നാശമില്ല. തന്നെയില്ല, മംഗളകർമ്മം ചെയ്യുന്ന ഒരാളും ഒരു കാലത്തും പരാജയപ്പെടുകയില്ല. ഇതിനേക്കാൾ വലിയ ഉറപ്പാരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത് സജ്ജനങ്ങളെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, രാമായണം സുധ, രാമായണം എന്ന കഥ എവിടെ? ദേവേന്ദ്രന്റെ കയ്യിലിരിക്കുന്ന അമൃത് എവിടെ? നമ്മുടെ കയ്യിലുള്ളത് മോക്ഷപ്രദമായ പുനർജന്മങ്ങളെ ഇല്ലാതാക്കുന്ന അമൃതാണ് രാമായണം എന്ന അമൃത്. അതുകൊണ്ട് നമുക്ക് ഈ രാമായണ സമുദ്രത്തിൽ, പുണ്യസമുദ്രത്തിൽ മുങ്ങി നീന്തിക്കളിക്കാം. നാളെ സമ്പാദ്യവാക്യവുമായി മറ്റൊരാൾ നമ്മളെ വീണ്ടും ഈ അമൃത് പകർന്നു തരുവാനെത്തും. ഒരിക്കൽ കൂടി നമുക്ക് വയനാട്ടിലും കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്വാധ്യായ സമിതിക്കും എൻ്റെ പ്രിയപ്പെട്ട വിജയ ചേച്ചിക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകളോടെ ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ, ഹരേ രാമ. ശരി, ഹരി. വായിക്കാൻ തുടങ്ങാം. ശരി ശരി ശരി. ഹരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരിം പരിപൂർണലോചനം
മാരുതി നമത രാക്ഷസാന്തകം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാംബദേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ. ഹരേ രാമ. സ്വയം പ്രഭാസ്തുതി അവിടെ നിന്നാണല്ലോ. യോഗിനി ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹൂർഹുസുത്വാ ബഹുവിധം. ദാസീതഭാഗം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിതേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ, സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബല മധ്യൈവ നൂനം ഫലിതം രഘുപദേ. ആദ്യനായോ രൂപവന്തം നമസ്യാമി, വേദ്യനെല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷു വിസന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യമാരോഗമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയാതെ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ, കശ്ചിത് പുരുഷനറിയും സുഹൃദിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ, താവസാന്തസ്ഥിതം താപത്രയാഭഹം. നാരായണ തവ ശ്രീപാദദർശനം, ശ്രീരാമമോക്ഷൈക ദർശനം കേവലം. ജന്മ മരണവീതാനാമദർശനം, സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്താർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയാമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാവിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണാമീശാനമാധിമധ്യാന്ത വിവർജിതം സർവത്ര. മന്യേ സമം ചരന്തം പുരുഷം പരം, നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവും. മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം, ചിത്തെ നിരൂപിക്കലെന്തറിയാവതും. ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു, ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാനവസാന്തരേ. നിർമ്മലാത്മാവാം ഭവാസ്താന്തരേ. ദേവതിര്യംഗ മനുജാതികളിൽ ജനിച്ചേവ മാധ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും.
നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷാഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ത്വൽകഥാ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി. തന്നെ ഘോര തപോഫല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ. സൃഷ്ടാവ് താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നോ ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനീജന ഒന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതു ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം പവാർണവത്തെ കടന്നിടുപോൻ കാണാമവന്നു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുല സേവിത മഗ്രേവവന്ദം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനകം തവ ഭക്തി കൊണ്ടൊന്തൊന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാവി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്ത ഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമാമേധക സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജവിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാനിതം രാഘവം പീതവസ്ത്രം ബാണവാണാസനധരം ചാരുമകുട കടക കടി സൂത്രഹാര ഹാരമകരമണിമയ കുണ്ടല നൂപുര ഹോമാംഗദാതി വിഭൂഷണ ശോഭിതാരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ. ദേവ്യ നീ പോക വദര്യാശ്രമസ്ഥലേ ദേവി നീ പോക വദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളേപരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമാവാക്യമാമൃതം മുദാ ഗത്വാ തദൈവ വദാര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചതവ്യയം. ഇവിടെ പറയാണോ ടീച്ചർ? അംഗദാദികളുടെ സംശയം കൂടി വായിച്ചോളൂ. ഓക്കെ. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദേശാന്തരേ.
എത്ര ദിവസം കഴിഞ്ഞതെന്നും ധരാവത് പുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പൂ കുഴന്നു നടന്നു നാമേതുമറിഞ്ഞില്ല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം, ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചൊല്ലുകയിലെന്നു താൻ. നിഗ്രഹിച്ചിടുമതിനില്ല സംശയം, സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചൊൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജ ഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ. പാവി ദുരാത്മാവിനെന്തൊരുതാത്തതും. ത്വൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും. തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാൻ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമധുദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഹേ. താരേയ പോക നാം വൈകരുതേതുമേ. അങ്കദൻ തന്നോടിവണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞനായ ഗോപിതൻ വാദജാനങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതാ മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മനസ്സേ സദാ. പാരം വളർന്നൊരു വാത്സര്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാം, ഹോമത്തിനുണ്ടോ നിറകേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാം സഹേ. ശഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജ നന്ദന കേളിതം. ഞാനും തവാഹിതത്തിങ്കൽ പ്രസക്തനാജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗകം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനവേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജനാഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും. ദേവാധിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈരവും. വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സഹല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷ വേഷമായി വന്നു പിറന്നീതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജയത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ.
പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലർത്ഥപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരാവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അംഗദേനോടി വണ്ണം ഭവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിദ്യാചലം പൂക്കു കശ്യപിപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണാവാരിധി തീരം മനോഹരം പൂക്കു മഹേന്ദ്രജാലേന്ദ്രപദം മുതാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം പുത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ച് തന്യോന്യ മെന്തിനി ചെയ്വതു സന്തതമോർക്കനാം ഗഹ്വരം പൂക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രജിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്ക് നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതെങ്ങിനെ നമ്മെ എന്നോർത്തവർ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃത്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃത്രപ്രവരനു പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാവരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃത്രകുലാധിപൻ. പക്ഷമില്ലാത്തോരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം. ഗൃത്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായി അന്യോന്യമാശു ചൊല്ലിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മളൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായി ദൂരാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാൻ അനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ
ചൊന്നതാരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായി കേതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലമ്മാറു ചെന്നംബോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാം. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ. അക്ഷണാദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ. സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്നനുഗ്രഹിച്ചാൾ ധരപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകന്നയച്ചിതു. ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും. രക്ഷോവരനെയും കണ്ടിതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായികിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമൾപ്പൊക്കുവാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ്യ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരുടെ മോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു വിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൽ. തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോക കാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഗൃധ്രനാകയാൽ. സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവം ഇതിനു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും. തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ.
തൽക്ഷണേ തീയും പിടിച്ച് ധനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാനനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്തനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൂരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ. ചെന്നേ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവ് നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നിതിനെന്തു മൂലം ഇത് ആരാലകപ്പെട്ടതും. എത്രയും ശക്തനായ ഒരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ട ഉപായമെന്ന് ഏവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ. ദേഹമോർത്തിൽ കർമ്മ സംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളൊരവിദ്യാ സമുദ്ഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവൽ സദാ. തേന ദേഹത്തിനു തദാത്മ്യയോഗേന താനൊരു ചേതനവനായി ഭവിക്കുന്നു. ദേഹോകമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായയാ. ദേഹോകമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു. ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യ പാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ. ഉത്തമാംഗം കൊള്ള വീഴും മധോഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നിഹാര സമേതനായി. ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടും സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും ഭിന്നമല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശുദ്ധം ഭവിക്കും അതിന്നതു. മാസാർത്ഥകാലേന പിന്നെയും എല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും. ആശുതസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയിൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ. അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ. ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും. 5 മാസം കൊണ്ടു 6മാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥനാഭിപായുക്കളും 7മേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ. 8മേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ. 9ആം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5മേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താനരരസത്തിനാൽ
വർദ്ധതേ ഗർഭമായ പിണ്ഡം മുകുർ മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠര വന്യപ്രദത്തനായി തക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈക ശക്തനായി വിത്തമന്യായമായി ആർജിച്ചതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നത് ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ. ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൻ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗഭൂതലേ ചിത്തതാവേന പിറക്കും വിധിവശാൽ ശ്രുതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡാന്വിതം. ബാല്യമനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസകെ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാമക മോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലെ ഇരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്ന ആത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദം അദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മക ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവി നിർമുക്തം എന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാം അവനും. പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്യാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ടരീകോത്ഭുതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നുതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോമായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരിഞ്ഞിടുവാൻ. മർക്കടരാജ നിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരാർത്തിക്ക് എത്തുമൊരു നിമിത്തേന നിസംശയം. തത്ര സമാഗമം നിന്നോടു വാനരർക്ക് എത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻവങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി. എന്നെ വിചിത്രമേ നന്നത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹോ. നല്ലതുമേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കിലർണവം ഇന്നു തന്നെ കടക്കാൽ വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവരാനിധിയെ കടക്കുന്നതേ വരും. രാമഭാര്യ ലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറന്നു മറഞ്ഞതും അത്യുന്നതനായ സമ്പാദി വികായസ.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നമസ്തേ. ഇന്നത്തെ പാരായണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വ്യാഖ്യാനം ചെയ്ത കൃഷ്ണകുമാർജിക്കും പാരായണം ചെയ്ത ഗിരിജാജിക്കും എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഗീതാ സ്വാധ്യായ സമിതിയുടെ തുടർന്നും എല്ലാ ദിവസവും പങ്കാളികളാവുക. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ ലേറ്റായി കേറാൻ.